മനുഷ്യനും മാനവകുലവും മാറി 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 പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ഈ പുരോഗമനത്തിനനുസരിച്ച് പരിശുദ്ധ ഇസ്ലാം പുരോഗമിക്കുന്നില്ല. ഇസ്ലാം 1400 വർഷങ്ങൾക്ക് മുൻപുള്ളതാണ്. അതുകൊണ്ട് മാനവികതക്കൊത്ത് ഗമിക്കാൻ മതങ്ങൾക്കൊന്നും പറ്റില്ല, ഇസ്ലാമിനും പറ്റില്ല എന്ന രീതിയിലുള്ള കുപ്രചാരണങ്ങളാണ് പുരോഗമന വിഭാഗത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം പറയുന്നത് മാനവികതയ്ക്ക് തിരുനബിയാണ് മാനദണ്ഡം എന്നാണ്. ഇസ്ലാമിനെ മനസ്സിലാക്കാത്തവർ, എന്താണ് ഇസ്ലാം എന്ന് പഠിക്കാത്തവരും വിലയിരുത്താത്തവരും സാധാരണ ഒരു ദർശനം പോലെ, മനുഷ്യനിർമ്മിത ദർശനം പോലെ ഇസ്ലാമിനെ തെറ്റായി മനസ്സിലാക്കിയിട്ടുള്ളവരും തെറ്റിദ്ധരിച്ചിട്ടുള്ളവരുമാണ് ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാനവികതയുടെ പരിപൂർണമായ രൂപത്തിൽ, മനുഷ്യകത്വത്തിന്റെ പരിപൂർണമായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഥമമായി സൃഷ്ടിച്ചിട്ടുള്ള ആദ്യത്തെ പടപ്പാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മനുഷ്യാത്മാവ് എന്ന നിലയിൽ അള്ളാഹു സൃഷ്ടിച്ച ആദ്യ സൃഷ്ടി, ഏറ്റവും പ്രധാനപ്പെട്ട റൂഹുൽ അഅ്ളം, മഹത്തായ റൂഹ് എന്ന പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം സൃഷ്ടിച്ച അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹാണ് മനുഷ്യകുലത്തിന്റെ ആകത്തുക സമാഹരിക്കപ്പെടുകയും സംക്ഷിപ്തമായി ഉൾക്കൊള്ളിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള റൂഹ്. ആ റൂഹിന്റെ ഭാഗങ്ങളാണ് മനുഷ്യരായി പിറന്നിട്ടുള്ള എല്ലാ ആളുകളും. എത്ര കാലത്ത് പുരോഗമിച്ചാലും, എത്ര തന്നെ പുരോഗമിച്ചാലും, കാലം എത്ര മുന്നോട്ട് പോയാലും, ഈ മനുഷ്യാത്മാവിന് പുരോഗമിച്ച് എത്രത്തോളം പോകാൻ കഴിയുമോ, എത്രത്തോളം എത്താൻ കഴിയുമോ, നാശപ്പെട്ടുകൊണ്ട് എത്രത്തോളം അഗാധഗർത്തത്തിലേക്ക് താഴാൻ കഴിയുമോ, ഇതൊക്കെ അറിയുന്ന സർവജ്ഞനായ റബ്ബ് സൃഷ്ടിച്ചതാണ് മനുഷ്യാത്മാവിനെ. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചത്, അല്ലാഹു തആല ഒരുക്കുന്ന ഒരുക്കങ്ങളിൽ, സൃഷ്ടികൾക്ക് വേണ്ടി ഒരുക്കുന്നതിൽ, രൂപപ്പെടുത്തുന്ന രൂപങ്ങളിൽ ഏറ്റവും ചന്തമാർന്ന, ഏറ്റവും മുന്തിയ രൂപത്തിലും ഏറ്റവും മുന്തിയ ചേരുവയിലുമാണ്. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലിൻ, താണാൽ ഏറ്റവും താഴുക മനുഷ്യനുമാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറയുന്നു. അപ്പൊ എത്രത്തോളം മനുഷ്യൻ നീചനാകും, എത്രത്തോളം മനുഷ്യൻ വൃത്തികേടിലാകും, എത്രത്തോളം മനുഷ്യൻ പിശാച്ചാകും, അല്ല പിശാച്ചിനേക്കാൾ താണുപോകും, ക്രുദ്ധനാകും. ഇതൊക്കെ ആകാൻ പാകത്തിലുള്ള ചേരുവകളോടുകൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്, മനുഷ്യാത്മാവിനെ ഉരുവപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ പരിശുദ്ധിയുടെ എല്ലാ നിലയിലുള്ള പൂർത്തീകരണവും പരിപൂർണതയുമുള്ള തിരുവെളിച്ചമായിക്കൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹിനെയും അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജഡമായി ഈ ജഡലോകത്തേക്ക് വരാൻ ഉദ്ദേശിച്ച സമയത്ത് റബീഉൽ അവ്വൽ 12 ഒരു തിങ്കളാഴ്ച പ്രസവിക്കപ്പെടുന്ന ജഡമായി വന്നപ്പോൾ ആ ജഡത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രൂപപ്പെടുത്തിയത്. ജഡകീയമായിട്ട് വരാവുന്ന ഒരു തോന്യാസങ്ങളോ, ഒരു വൃത്തികേടുകളോ, ഒരു താഴ്ചകളോ, ഒരു മോശങ്ങളോ വരാൻ പറ്റാത്ത വിധത്തിലാണ് അമ്പിയാക്കന്മാരെല്ലാവരുടെയും ജഡം അല്ലാഹു സുബ്ഹാനഹു വ തആല രൂപപ്പെടുത്തിയിട്ടുള്ളത്. ആത്മാവ് ആദിയിൽ നോക്കിയാൽ നമ്മൾ എല്ലാവരുടെയും ആത്മാവ് പരിശുദ്ധവുമാണ്. ഈ പരിശുദ്ധമായ ആത്മാവിനെ നമ്മുടെ ജഡത്തേക്ക് ബന്ധപ്പെടുത്തി ഈ ജഡിക ലോകത്തെ
ഈ ഇന്ദ്രിയ ലോകത്ത്, പദാർത്ഥ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കുണ്ടാകുന്ന ജഡസംബന്ധിയായ മോഹങ്ങളുടെയും ജഡസംബന്ധിയായ ആഗ്രഹങ്ങളുടെയും ജഡസംബന്ധിയായ കാമങ്ങളുടെയും ജഡസംബന്ധിയായ മോശങ്ങളുടെയും ക്രോധങ്ങളുടെയും പേരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന താഴ്ചയാണ് മനുഷ്യനെന്നും താണുകൊണ്ടിരിക്കുക. അത് ആദികാലത്തും ഇനി വരാൻ പോകുന്ന കാലത്തും വർത്തമാനകാലത്തുമെല്ലാം ഒരുപോലെ തന്നെയാണ് സംഭവിക്കുക. ഇത് നമ്മൾ ആദ്യം മനുഷ്യനെ സംബന്ധിച്ച് വിലയിരുത്തേണ്ട ഒന്നാണ്. മനുഷ്യനിൽ താഴാനുള്ളത് എന്താണ്? ശഹ്വത്ത്, കാമമോഹാദികൾ, ഒളബ്, ക്രുദ്ധത, ക്രോധം. ഇതാണ് മനുഷ്യനിൽ താഴാൻ വേണ്ടിയുള്ള ഗുണങ്ങൾ. മനുഷ്യൻ താഴുന്നത് ഈ ഗുണങ്ങളുടെ ആധിക്യം കൊണ്ടും ഈ ഗുണങ്ങൾ ശറയിനനുസരിച്ച് നിയന്ത്രിക്കാതെ മുന്നോട്ട് പോകുന്നത് കൊണ്ടുമാണ് മനുഷ്യൻ താഴുക. അങ്ങനെയാണ് മനുഷ്യൻ താഴുന്നത്. താഴുമ്പോൾ പൈശാചിക സ്വഭാവം മാത്രമല്ല, പിശാചിന്റെ സ്വഭാവത്തോടൊപ്പം മനുഷ്യന്റെ സ്വഭാവങ്ങളും ഇതര ജീവജാലങ്ങളുടെ സ്വഭാവങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു താഴ്ചയാണ് മനുഷ്യൻ താഴുകയാണെങ്കിൽ, പറ്റ നീചനാവുകയാണെങ്കിൽ ആവുക. അങ്ങനെ പറ്റുന്ന പ്രകൃതിയിലാണ് അള്ളാഹു തആല നമ്മുടെ ശഹ്വത്തും നമ്മുടെ ഒളബും ഒക്കെ വെച്ചിരിക്കുന്നത്. ഇത് ആദ്യകാലം മുതൽക്കുള്ള മനുഷ്യർ മുതൽ അവസാന കാലം വരാനിരിക്കുന്നവർക്കെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് ഇതേ വികാരങ്ങൾ തന്നെയാണ്, ശഹ്വത്ത്, ഒളബ്. ഈ ശഹ്വത്ത്, ഒളബ് എന്ന് പറഞ്ഞ നാം മനുഷ്യനെ ദുഷിപ്പിക്കുന്ന സംഗതികൾ. അതിനെ പരിശുദ്ധിയോടുകൂടെ പരിശുദ്ധമായ നിലക്ക് അള്ളാഹു തആല ഈ ജഡവുമായി ബന്ധിപ്പിക്കുന്ന ആത്മാവിന്റെ പരിശുദ്ധി കളങ്കപ്പെടാതെ ആത്മാവിന്റെ പരിശുദ്ധി കൊണ്ട് ജഡകീയമായ സ്വഭാവങ്ങളിൽ നിന്ന് ജഡത്തെപ്പോലും പരിരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ദീന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവന്റെ നിയമങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ നിയമങ്ങൾ പ്രായോഗിക തലത്തിൽ വരുത്താൻ പറ്റുന്ന പ്രകൃതിയിൽ അതതു കാലത്ത് എങ്ങനെയാണോ ആ നിയമങ്ങൾ പരിശുദ്ധമായി തെളിഞ്ഞു നിൽക്കേണ്ടതെങ്കിൽ അങ്ങനെയുള്ള ജഡമായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് അയക്കപ്പെടുന്ന തിരുദൂതന്മാരെ സംവിധാനിക്കുന്നത്. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്. എല്ലാവരാലും അനുസരിക്കപ്പെടാൻ വേണ്ടിയാണ്, കീഴ്വണങ്ങപ്പെടാൻ വേണ്ടിയാണ്, വഴിപ്പെടപ്പെടാൻ വേണ്ടിയാണ് മനുഷ്യന്മാര് അള്ളാഹു സുബ്ഹാനഹു വ തആല മുർസലീങ്ങളെ അയക്കുന്നതെന്ന് അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹു കൽപ്പിച്ചതനുസരിച്ച് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഈ റസൂലിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണം അതത് ജനത. ഈ റസൂലിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ, വഴിപ്പെടാനുള്ളതല്ലാത്തതൊന്നും അവരുടെ ജീവിതത്തിൽ വരാൻ പാടില്ലാത്ത വിധമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സംവിധാനിച്ചിരിക്കുന്നത്. അവരിലേക്ക് കൂടി റസൂലാണല്ലോ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മാനവകുലത്തിലേക്ക്, ഇന്നും വരാനിരിക്കുന്ന മാനവകുലത്തിലേക്കും മാത്രമല്ല, കഴിഞ്ഞുപോയ മാനവകുലത്തിലേക്കും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലാണല്ലോ. ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ. മനുഷ്യവർഗം എന്ന് പറയുന്ന ആ വർഗത്തിനിക്ക് മുഴുവനുമായി കൊണ്ടും റസൂലാണല്ലോ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ നബിക്ക് മുൻപ് കഴിഞ്ഞു പോയിട്ടുള്ള മുർസലീങ്ങൾ അടക്കം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും താക്കീത് ചെയ്യുന്ന, അവർക്കെല്ലാവർക്കും സുവിശേഷം അറിയിക്കുന്ന, അവർക്കെല്ലാവർക്കും നിയമം നൽകുന്ന, അവർക്കെല്ലാവർക്കും മാതൃകായോഗ്യമായി ജീവിക്കേണ്ട വിധമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി ഒരുക്കിയത്. മറ്റു പല ആയത്തുകളിൽ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്കെല്ലാം അള്ളാഹുവിന്റെ റസൂലാണ്. ലിയകൂന ലിൽ ആലമീന നദീറ, ആലമീങ്ങൾക്കെല്ലാം താക്കീതുകാരനാണ് നബി. ഉർസിൽതു ഇലൽ ഖൽഖി കാഫ, സൃഷ്ടികളാസകത്തിലേക്കും റസൂലാണ് ഞാൻ. ഇത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിന്റെ പ്രഖ്യാപനമാണ്. ആ റിസാലത്ത് എല്ലാ ജീവജാലങ്ങളിലേക്കും എല്ലാ സൃഷ്ടിജാലങ്ങളിലേക്കും ബാധകമാണ്. മലക്കുകൾക്ക് വരെ ബാധകമാണെന്ന് പറയുമ്പോൾ മലക്കുകളെക്കാൾ പരിശുദ്ധവും മലക്കുകളെക്കാൾ വിശുദ്ധവുമാണല്ലോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമേനി, അവിടുത്തെ ആത്മാവും എല്ലാം. മലക്കുകളെക്കാൾ വിശുദ്ധരാകാൻ മനുഷ്യൻ സമ്പൂർണനായാൽ മനുഷ്യനെ കൊണ്ട് തന്നെ പറ്റും. സമ്പൂർണനായ മനുഷ്യനാവണം. സമ്പൂർണനായ മനുഷ്യൻ എപ്പോഴും പറയുക, ജഡികമായിട്ടുള്ള എല്ലാ മോശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അതിനെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് ആത്മാവിൻ്റെ പരിശുദ്ധി സമ്പൂർണമായി
അതിൻ്റെ ലഭ്യമാകുന്ന സമയത്ത്, സൃഷ്ടിക്കപ്പെടുന്ന സമയത്ത്, നമ്മുടെ ഉമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ ജഡവുമായി ബന്ധപ്പെടുന്ന സമയത്ത് എന്തൊരു പരിശുദ്ധിയിലാണോ ആ പരിശുദ്ധി പ്രാപിക്കുമ്പോഴാണ് മനുഷ്യൻ സമ്പൂർണനാവുക. നമ്മൾ അത് ശരീഅത്തനുസരിച്ച് ജീവിച്ചുകൊണ്ട് സമ്പൂർണരായിട്ട് വേണം. അമ്പിയാക്കന്മാരങ്ങനെയല്ല, സമ്പൂർണരായിക്കൊണ്ടാണ് അവരെ സംവിധാനിക്കപ്പെടുന്നത്, ഒരുക്കപ്പെടുന്നത്. അങ്ങനെ ഒരുക്കപ്പെടുന്ന നബിമാരിൽ എല്ലാവരിലേക്കും മലക്കുകളിലേക്കു തന്നെയും റസൂലായി അയക്കപ്പെട്ട മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ് ഹുദല്ലിന്നാസ്, മാനവർക്ക് നേരിന്റെ മാർഗം വെളിച്ചം കൊടുക്കുന്നതായി വിശുദ്ധ ഖുർആനും ശരീഅത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. മനുഷ്യന്മാരെ എല്ലാവരിലേക്കുമാണ്, ഏത് കാലത്തേക്കുള്ള മനുഷ്യന്മാർക്കും നേരിന്റെ വെളിച്ചം നൽകുന്നത് വിശുദ്ധ ഖുർആനും ശരീഅത്തും തന്നെയാണ്. കാലം എത്ര പുരോഗമിച്ചാലും, സാങ്കേതിക സൗകര്യങ്ങൾ എത്ര വളർന്നാലും, മറ്റെല്ലാ വിധത്തിലുള്ളതെല്ലാം ഉണ്ടായാലും, നിങ്ങൾ നോക്കൂ, മനുഷ്യകുലത്തിൽ പണ്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വല്ലതും ഉണ്ടോ നമ്മൾ കാണാനോ കേൾക്കാനോ? ഇല്ല. മനുഷ്യൻ പേക്കുകയാണെങ്കിൽ ശഹ്വത്ത് കൊണ്ട് പേക്കും, കാമമോഹാദികൾ കൊണ്ട് പിഴക്കും, ക്രോധം കൊണ്ട് പിഴക്കും. ഇത് രണ്ടിൻ്റെയും ഫലമായി വരുന്ന ദുർഭഗ സന്തതികളായി വരുന്നതല്ലാതെ മനുഷ്യന്റെ പിഴവുകളും വഴിതെറ്റലുകളും എന്താണുള്ളത്? ഇത് മനുഷ്യനുള്ള കാലം മുതൽക്ക് തുടങ്ങിയതാണ്. നമുക്കറിയാം ഹാബീല് കാബീലിന്റെ കഥ. സ്വന്തം സഹോദരനെ കൊല്ലുകയാണല്ലോ ഹാബീലും കാബീലും തമ്മിലുള്ള കഥ കാണുന്നത്. അസൂയയുണ്ടായി സ്വന്തം സഹോദരനെ കൊല്ലുക. ആദ്യത്തെ അനുഭവമല്ലേ ഇത്? മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളായി വരുമ്പോൾ, ജീവിക്കുമ്പോൾ അവർ മാത്രമായിരുന്ന കാലത്ത് സംഭവിച്ചത്. ഇതെന്താണ്? ക്രോധം മൂത്തു, അസൂയ വന്നു. അസൂയയും ക്രോധവും മൂത്തം വന്നപ്പോൾ അത് സ്വന്തം സഹോദരന്റെ വധത്തിൽ കലാശിച്ചു. പിന്നെ മനുഷ്യനാണ്, ആദം നബിയുടെ സന്തതിയാണ്, മനുഷ്യന്റെ നന്മയാണ്. ഫാസ്ബഹ മിനൻ നാദിമീൻ, ഖേദം വന്നു, പശ്ചാത്താപം വന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എൻ്റെ ഈ സഹോദരന്റെ ജഡം എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ ചുമരിൽ തൂക്കിക്കൊണ്ട് ഈ സഹോദരന്റെ ജഡവുമായി ഇയാൾ നടന്നു. അപ്പോഴാണ് ഫബഅസല്ലാഹു ഖുറാബൻ, ഇത് ഖുർആൻ പറയുന്ന ആള്, ബഹസു ഫിൽ അർളി, ഒരു ചത്ത കാക്കയെ മറ്റൊരു കാക്ക കൊക്ക കൊണ്ട് കുത്തിയിട്ട് ഭൂമിയിൽ കുഴിച്ചിടുന്നതും കുഴി കുത്തുന്നതും അത് മറമാടുന്നതും കണ്ടു. ഇങ്ങനെ ചെയ്യാം മനുഷ്യനെ എന്ന് ഈ സഹോദരൻ, കൊന്ന സഹോദരൻ, തൻ്റെ കൊല്ലപ്പെട്ട സഹോദരനെ മറമാടൽ കർമ്മം നിർവഹിച്ചതും ഖുർആൻ പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ. അപ്പൊ വിശുദ്ധ ഖുർആൻ നൽകുന്ന ഈ ചരിത്രപ്രകാരം ആദം നബി അലൈഹിസ്സലാമിന്റെ ഒന്നാമത്തെ മക്കൾ, ആ മക്കളിൽ തുടങ്ങുന്ന ഈ ക്രോധത്തിന്റെ ഫലമായി വരുന്ന വധം എന്ന് പറയുന്നതിന്റെ അപ്പുറം എന്താ ഉണ്ടായത്? ഇപ്പൊ ഒന്നുമില്ല. നരമേധം എന്ന പേരിൽ നമ്മൾ അറിയുന്നത് ഇപ്പൊ ബോംബിടുന്നത് കൊണ്ടോ മറ്റേതെങ്കിലും ആവുന്നത് കൊണ്ടോ കോടാനുകോടി ഒപ്പം ചാവും, അത്രയുള്ളൂ. സ്വന്തം സഹോദരനെ കത്തി കൊണ്ടോ മറ്റേതിന് ഉപകരണം കൊണ്ടോ കൊല്ലുന്നതിന് പകരം ഒരുപാട് ആളുകളെ അകലെ നിന്നുകൊണ്ട് ബോംബിട്ടിട്ട് ഒന്നായിട്ട് കൊല്ലുക, നരമേധം എന്ന് പറയുന്നേ വരുന്നു. ഇതിൻ്റെയൊക്കെ പേര് കൊല്ലുക തന്നെയല്ലേ, കൊല്ലൽ തന്നെയാണ്. മറ്റെന്താണ് മനുഷ്യർക്കിടയിൽ നടക്കുക? മോഹം മൂത്താൽ ആ മോഹത്തിൽ അരുതാത്തത് കുടിക്കും, അരുതാത്തത് തിന്നും. അതിൽ മനുഷ്യന് ബോധം എന്ന ഒന്നുണ്ട്. ഈ ബോധമുള്ളത് കൊണ്ടാണ് മനുഷ്യൻ എല്ലാം അറിയുന്നത്, വികാര വിചാരങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ പ്രശ്നങ്ങൾ വരുമ്പോൾ മനുഷ്യൻ ദുഃഖിക്കും, പ്രയാസപ്പെടും. പ്രതിസന്ധികൾ വരുമ്പോൾ മനുഷ്യന് മനസ്സംഘർഷമുണ്ടാകും. മറ്റനേകം പ്രയാസങ്ങൾ മനുഷ്യന്റെ മുൻപിൽ അനുഭവിക്കേണ്ടി വരും. ഈ അനുഭവങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ വലിയ സന്തോഷവും ആഹ്ലാദവും തുള്ളിച്ചാട്ടത്തിലേക്ക് എത്തുമ്പോഴോ ആ സന്തോഷം മൂത്തുകൊണ്ട് ലഹരി പദാർത്ഥത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ ദുഃഖം മൂത്ത് സംഘർഷം മനസ്സർക്കം വന്നപ്പോൾ മനസ്സൊന്ന് ലഘൂകരിക്കാനും ഒന്ന് ആശ്വാസം കൊള്ളാനും ഈ വക ചിന്തകളിൽ നിന്നൊക്കെ മനസ്സൊന്ന് മുക്തമാകാനും വേണ്ടി മദ്യപിക്കുക. ഇങ്ങനെയൊക്കെയാണല്ലോ കള്ളുടിച്ചാന്ന് പണ്ട് കാലത്ത് വരുന്നത് ലഹരി പദാർത്ഥത്തിന്റെ ഉപയോഗം. ലഹരി പദാർത്ഥങ്ങൾ പുതുതായി വന്നു എന്നല്ലാതെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങളിൽ ബുദ്ധി നശിക്കലില്ലാതെ മറ്റെന്താണ് ഇവിടെ പുതുതായി ഉണ്ടാകുന്നത്? കാലം പുരോഗമിക്കുന്ന കാലത്ത് ഒന്നുമില്ല. ലഹരി പദാർത്ഥങ്ങൾ പുതുതായി പലതും ഉണ്ടായേക്കാം. ആ ലഹരി പദാർത്ഥങ്ങൾ കൊണ്ട് ഉണ്ടായിത്തീർന്ന എന്താണ്? മനുഷ്യൻ അള്ളാഹു നൽകിയ മഹത്തായ വിശേഷ ബുദ്ധി എന്ന് പറയുന്ന മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യമൃഗത്തിന് അള്ളാഹു താൻ നൽകിയിട്ടുള്ള വിശേഷ ബുദ്ധി എന്നത്. ഇതാണല്ലോ മാനവികതയുടെ ഒക്കെ മാനദണ്ഡം. മനുഷ്യകത്വത്തിന്റെ മാനദണ്ഡം ഇതാണ്. മനുഷ്യകത്വത്തിന്റെ തന്നെ മാനദണ്ഡമായ ഈ വിവേക ബുദ്ധി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു. ഇത് ഉപയോഗിച്ചാൽ
പിന്നീട് ഉണ്ടാകുന്നത് മനുഷ്യന്റെ കാമമോഹങ്ങൾ ഉണരുകയാണ്, ലൈംഗിക മോഹങ്ങൾ. ഈ കാമമോഹങ്ങളും ലൈംഗിക മോഹങ്ങളും ഉണരുമ്പോൾ അത് ഭക്ഷണം കഴിച്ചാൽ ഉണ്ടാകും, സുഖങ്ങൾ ഉണ്ടായാൽ ഉണ്ടാകും, റാഹത്തുണ്ടാകുമ്പോൾ ഉണ്ടാകും. ഈ കാമമോഹങ്ങൾ ഉണരുമ്പോൾ, ലൈംഗിക വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുക? ഒന്നുകിൽ ഭാര്യയെ പുൽകും, അല്ലെങ്കിൽ ഭാര്യയല്ലാത്ത മറ്റുള്ളവരെ പുൽകും, നിഷിദ്ധമായതോ അല്ലെങ്കിൽ അനുവദനീയമായതോ ആയ മാർഗങ്ങൾ സ്വീകരിക്കും. ഇതന്നെയാണ് പണ്ടുള്ളത്, ഇന്നുള്ളത്, എന്നുള്ളത്, ഇനി നാളെയും ഉണ്ടാകാൻ പോകുന്നത് ഇതന്നെയാണ്. എന്തെല്ലാം പുരോഗമിച്ചിട്ട്, കാലം പുരോഗമിച്ച്, എന്തൊക്കെ ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങൾ വളർന്നാലും, ലോകം എത്ര പുരോഗമിച്ചാലും നമ്മൾ പുതിയ പുതിയ മാർഗങ്ങളും ആഘോഷത്തിനും കൊണ്ടുപോകാനും കൂടാനും പിക്നിക്കിനും മറ്റിനും മറിച്ചിനൊക്കെ പലവിധ സൗകര്യങ്ങളും മോഡലുകളും കൂടിയാലും എന്താണിത്? ഇടപാടൊന്നു തന്നെ, ലൈംഗിക സുഖം എന്ന് പറയുന്ന ആ മോഹം തീർക്കുക. അതൊരു ഒറ്റ സെക്കൻഡ് കൊണ്ട് കഴിയുന്ന ആ മോഹം തീർക്കലിനാണ് ഈ ഇടപാടൊക്കെ. അനേകം പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട കഥകൾ നമ്മൾ പത്രങ്ങൾ വായിച്ചു നോക്കിയാൽ, ഇഷ്ടപ്പെട്ട പെണ്ണിനെ വേറെ ആളായിട്ടോ ബന്ധമുണ്ടോ എന്ന് കരുതിയിട്ട് ഒരുപാടെണ്ണത്തിന് തലക്കടിച്ച് കൊന്നൊന്ന് ഒരുപാട് വട്ടം മുറിയാക്കിയതൊക്കെ അപ്പം നമ്മൾ കാണുന്നത്. പത്രത്തിൽ നോക്കിയാൽ പലതും കാണാണ്ടല്ലേ, നമ്മൾ കാണുന്ന ദൃശ്യമാധ്യമങ്ങളിലും കാണുകയാണ്. ഇതൊക്കെ എന്താണ്? ലൈംഗിക മോഹവുമായി ബന്ധപ്പെട്ട ഒന്നല്ലേ? ഈ ലൈംഗിക മോഹവുമായി ബന്ധപ്പെട്ടത് മനുഷ്യൻ ഉള്ളയിടം മുതൽക്ക് ഇനി മനുഷ്യൻ അവശേഷിക്കുന്ന എത്ര കാലമുണ്ടോ അത്ര കാലം വരെ ഒന്ന് തന്നെ പരിപാടി. ഇത് നിയന്ത്രിതമായി ശറഅന്റെ നിയമത്തിനനുസരിച്ചു കൊണ്ടാകാതിരുന്നാൽ അപ്പോഴാണ് അത് തിന്മയാകുന്നത്, തോന്നിയാസമാകുന്നത്, വ്യഭിചാരമാകുന്നത്, വേണ്ടാത്തരമാകുന്നത്, വൃത്തികേടാകുന്നത്, അശ്ലീലമാകുന്നത്. ഈ അശ്ലീലത്തിന്റെ പേരുകൾ മാറിയാലും, അതിൻ്റെ ഉപകരണങ്ങൾ മാറിയാലും, അതിൻ്റെ രീതികൾ മാറിയാലും തിന്മയൊക്കെ ഒന്ന് തന്നെയാണ്. അത്തരം തിന്മകളെയൊക്കെ ഇല്ലാതാക്കാൻ മനുഷ്യർക്കിടയിലുള്ള സാമൂഹികമായിട്ടുള്ള പെരുമാറ്റം, ഇതാണ് ശരിക്ക് ഹുലുക്ക്. ഈ ഹുലുക്കുകളൊക്കെ വലിയ രീതിയിൽ യഥാർത്ഥത്തിൽ മനുഷ്യനിണങ്ങുന്ന വിധം, മാനവികതയ്ക്ക് ഇണങ്ങുന്ന വിധമായി മാറുക. ഇതിനാണ് പെരുമാറ്റം നന്നാകുക എന്ന് പറയുക. ഹുസ്നുൽ ഹുലുക്ക്, സ്വഭാവം നന്നാകുക എന്ന് പറഞ്ഞു. ഹുലുക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പെരുമാറ്റം എന്നാണ്. ആരായിട്ടുള്ള പെരുമാറ്റം? സമസൃഷ്ടികളുമായിട്ടുള്ള പെരുമാറ്റം. സമസൃഷ്ടികൾ മാത്രമല്ല, ജീവികളുമായിട്ടുള്ള പെരുമാറ്റം, മൃഗങ്ങളുമായിട്ടുള്ള പെരുമാറ്റം, നമുക്ക് വേണ്ട ഉപയോഗ വസ്തുക്കളും ഉപഭോഗ വസ്തുക്കളുമായിട്ടുള്ള പെരുമാറ്റം, നമ്മൾ ഉപയോഗിക്കുന്ന കസേരകളും ഹാളുകളും നമ്മൾ ബന്ധപ്പെടുന്ന കിടപ്പറകളും മറ്റുമായിട്ടുള്ള ഉപയോഗം, ആരുമായിട്ടൊക്കെയാണോ നമ്മൾ പെരുമാറുന്നത്, എന്തുമൊക്കെ ആയിട്ടാണോ നമ്മൾ പെരുമാറുന്നത്, ഇതിനെയൊക്കെ ഉദ്ദേശിക്കുന്ന വാക്കാണ് ഹുലുക്ക്. ഇതൊക്കെ നന്നായിരിക്കണം. ഇത് നന്നാകുമ്പോഴാണ് ഹുസ്നുൽ ഹുലുക്ക് എന്ന് പറയാം. എല്ലാറ്റിനോടുമുള്ള പെരുമാറ്റം നന്നാകുന്നതിനാണ് ഹുസ്നുൽ ഹുലുക്ക് എന്ന് പറയാം. ഈ ഹുസ്നുൽ ഹുലുക്കിന് വേണ്ടത് എന്താണ്? ആ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതുമായി വന്നവരാണ് മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവർക്ക് മുൻപ് കടന്നുപോയ മുർസലീങ്ങൾ എല്ലാവരും. ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. മനുഷ്യന്റെ പെരുമാറ്റങ്ങളിൽ നിന്ന് ഏറ്റവും മുന്തിയ പെരുമാറ്റങ്ങളായി വരുന്ന, മക്റുമത്തുകളായി വരുന്ന, ബഹുമാന പെരുമാറ്റങ്ങളായി വരുന്ന എല്ലാ പെരുമാറ്റങ്ങളെയും സ്വഭാവങ്ങളെയും ഒക്കെ ആ നന്മയുടെ എല്ലാറ്റിനെയും കുറ്റമറ്റതാക്കി സമ്പൂർണമാക്കാനാണ് എൻ്റെ നിയോഗം എന്ന് മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. എവിടെ നിന്ന് വന്നതാണിത്? മുൻകാലത്ത് മനുഷ്യന്മാർ ജീവിക്കുന്ന കാലത്ത് വന്നിട്ടുള്ള അമ്പിയാക്കന്മാരിലൂടെ വന്നിട്ടുള്ളതാണ് ഈ നല്ല പെരുമാറ്റത്തിന്റെ പാഠങ്ങൾ അത്രയും, സത്സ്വഭാവത്തിന്റെ പാഠങ്ങൾ അത്രയും അല്ലാഹു തആല അമ്പിയാക്കന്മാരിലൂടെ നൽകിയിട്ടുള്ളതാണ്. മനുഷ്യരേക്ക് ആദ്യം സൃഷ്ടിക്കപ്പെടുന്നതും മനുഷ്യൻ എന്ന ആ വർഗത്തെ അള്ളാഹു സൃഷ്ടിക്കുന്നതും ആദം നബി എന്ന ഒരു റസൂലിലൂടെയാണല്ലോ. ഒരു റസൂലിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിക്കുമ്പോൾ ആ റസൂൽ മുതൽക്ക് ഇങ്ങോട്ട് അമ്പിയാക്കന്മാരുടെയും മുർസലീങ്ങളുടെയും അധ്യാപനങ്ങളും പരിശീലനങ്ങളും തുടരുകയാണ്. അവർ പരിശീലിപ്പിച്ചതാണ് ഇവിടുത്തെ നല്ല പെരുമാറ്റങ്ങൾ അത്രയും. അത് കാലാകാലങ്ങളിൽ ദുഷിക്കും. ജാഹിലിയത്തുകളും തിന്മകളും അതോട് ചേരും. മനുഷ്യന്റെ ഞാനിപ്പറയുന്ന തരത്തിലുള്ള ശഹ്വത്തും ഒലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാവുന്ന ദൂഷ്യങ്ങൾ അവയെ മലിനപ്പെടുത്തും, ദുഷിപ്പിക്കും. അങ്ങനെ ദുഷിപ്പിച്ച് മനുഷ്യൻ ദുഷിക്കുമ്പോൾ ആ ദുഷിപ്പിക്കുന്ന നേരത്തൊക്കെയും അല്ലാഹു തആല കാലോചിതമായിട്ടുള്ള ദൂഷ്യങ്ങൾക്കെതിരെ മുർസലീങ്ങളയക്കും. ഓരോ കാലത്തുണ്ടാവുന്ന ദൂഷ്യങ്ങൾക്കെതിരെ അളവ് തൂക്കങ്ങളിൽ കൃത്രിമം നടക്കുന്ന കാലം ആദം നബിയുടെ കാലത്തില്ല. കുറെ കാലം കഴിഞ്ഞാണ് ഇത് വരുന്നത്. അപ്പൊ അല്ലാഹു തആല അയക്കുന്നത് അക്കാലത്തേക്ക് വേണ്ട മുർസലീങ്ങളെയാണ്.
വസിനൂബിൽ ഖിസ്സാസിൽ മുസ്തഖീം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിയമം ശുഐബ് നബി അലൈഹിസ്സലാമിനെ പോലുള്ള നബിമാരുടെ കാലത്താണ് അളവ് തൂക്കങ്ങളുടെ കൃത്രിമത്തെക്കുറിച്ച് പഠിപ്പിക്കപ്പെടുന്നത്. ഖുർആൻ ഇതൊക്കെ ഉദ്ധരിക്കുന്നുണ്ടല്ലോ. എന്തെല്ലാം തരത്തിലുള്ള വൃത്തികേടുകളും തിന്മകളുമാണോ മനുഷ്യൻ ദുഷിച്ചാൽ ഉണ്ടാകുന്നതെങ്കിൽ ആ തിന്മകളെയൊക്കെ സമുദ്ധരിച്ചുകൊണ്ട് നന്മകളിലേക്കും മാനവികതയുടെ തലങ്ങളിലേക്കും മനുഷ്യന്മാരെ കൊണ്ടുപോവുക എന്ന ധർമ്മം നിർവഹിച്ചിട്ടുള്ളവരാണ് അമ്പിയാക്കന്മാർ.